ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനീത ജോയ് ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഒരു ഷോപ്പിംഗ് മാൾ, അതായത് നമ്മുടെ ലുലു മാളിൽ പോയ വിശേഷങ്ങളും കാഴ്ചകളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ലുലു മാളാണ് കേട്ടോ. അപ്പം നമ്മളിത് ആ മാളിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവധി ദിവസമായതുകൊണ്ട് നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന വിധം അറിയത്തില്ല ഗൈസ്. അതും നമ്മൾ പിള്ളേരൊക്കെ കൊണ്ടുവരണം, എങ്കിൽ പിന്നെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നേ. അപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ അങ്ങകത്തോട്ട് പോയി. നമ്മൾ ഇങ്ങനെ പാർക്കിംഗ് ആ ഭാഗത്തൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അതിന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണേ. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യണം നമ്മുടെ എസ്കലേറ്ററാണ് ഗൈസ്. അപ്പോൾ എസ്കലേറ്ററിൽ കയറാൻ എനിക്ക് ഇച്ചിരി ഒരു പേടിയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ പിള്ളേരും പുള്ളിക്കാരനൊക്കെ പേടിയില്ലാണ്ടൊക്കെ കയറും കേട്ടോ. എനിക്ക് പേടിയല്ല, എന്തോ ഒരു ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെയർ. അപ്പോൾ ഞാൻ സ്റ്റെയർ വഴി കയറിപ്പോയി കേട്ടോ. അപ്പോൾ എന്നെ ഇവർ കളിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എവിടെ പോയാലും നമ്മളിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് നല്ലതാണ് ഗൈസ്. നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരല്ല, അപ്പോൾ നമുക്കൊരു എക്സർസൈസും ആവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റെപ്പ് കയറി, അല്ലാണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഇവരെന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇവരങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആടി വരുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ചിരിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എക്സർസൈസിങ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാളിനകത്തൂടെ തന്നെ നമ്മുടെ ഒരു ചിക്ക് തീവണ്ടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ ആ ഭാഗത്തോട്ടൊന്നും ചേട്ടൻ കൊണ്ടുപോയിട്ടേ ഇല്ല കേട്ടോ. അതായത് നമ്മുടെ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ ഏരിയയൊക്കെയാണ് കേട്ടോ. അങ്ങോട്ട് പോയാൽ ചേട്ടൻ പറയും പോക്കറ്റ് കാലിയാവുന്ന വഴി അറിയത്തില്ല പറയും കേട്ടോ. അങ്ങോട്ട് നീ ഇങ്ങനെ ജസ്റ്റ് നോക്കി പോയാൽ മതി, അതിനകത്തോട്ട് കയറിയേ ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ പിള്ളേർക്ക് നമുക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ. ഓ ദൈവമേ, എൻ്റെ ശിവനേതാ വീണ്ടും വന്നേക്കണം ഒരു എസ്കലേറ്റർ. അപ്പോൾ അതേ അവരതിൽ കൂടെ കയറി, ഞാൻ പതിവ് തെറ്റിക്കാണ്ട് നമ്മുടെ സ്റ്റെപ്പ് കൂടെ കയറി കേട്ടോ. എന്നിട്ട് മൂന്നാം പ്രാവശ്യം ഞാൻ എസ്കലേറ്റർ കയറി ഗൈസ്. അവസാനം ഞാൻ കയറി. അതാണ് ഞാൻ എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറാൻ പാടില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ നമ്മൾ ഇതിലും കൂടി വരണം കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ആരുമില്ല. ഇങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് പുള്ളി. അപ്പം ഞാൻ ഓർത്തു പുള്ളിക്ക് നമ്മളെങ്കിലും ഒരു കമ്പനി കൊടുക്കണ്ടേ. അങ്ങനെയാണ് കേട്ടോ ഞാൻ സ്റ്റെപ്പിൽ കൂടെയൊക്കെ ഇറങ്ങി കയറിയൊക്കെ പോയത്. അപ്പോൾ ദേ അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. മൂന്ന് എസ്കലേറ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 3 ഫ്ലോറായിട്ടാണെന്ന് തോന്നണേ ഇത്. അപ്പോൾ ദേ ഇങ്ങനെ അടുത്ത് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അടുത്താണ് നമ്മുടെ ഫണ്ടൂറ പിള്ളേരുടെ ഗെയിമിംഗ് സ്പോട്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ സൂപ്പർ സ്ഥലം. ഇവിടെയെല്ലാം ഭയങ്കര പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എല്ലാം നോക്കി പാർത്ത് ഇങ്ങനെ പോയതേ ഉള്ളൂ കേട്ടോ. അടുത്തതേ വീണ്ടും വന്നേക്കണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇതേ ഇത്ര നേരം എന്നെ കളിയാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തതിൽ ഞാൻ കയറിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇപ്പം നിങ്ങൾക്കറിയാം എനിക്ക് പേടിയുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പം അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ സ്റ്റെപ്പിൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത്ര നേരം സ്റ്റെപ്പിൽ കൂടെ വന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കൂടി പോകും, നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. നോക്കിക്കോ കണ്ടില്ലേ ഗൈസ്, എനിക്ക് പേടിയൊന്നും ഇല്ലാണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ പറയും ആരെങ്കിലും പേടിയുണ്ടെന്ന്. അപ്പോൾ നമ്മളെല്ലാവർക്കും പരിഗണന കൊടുക്കണം. നമ്മൾ ഒന്നിനു മാത്രം ആശ്രയിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ എല്ലാം നമുക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ സേഫ് ലാൻഡിങ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേരുടെ ഗെയിമിംഗ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. എവിടെ കൂടിയൊക്കെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. താഴെ കൂടെയാണോ മുകളിൽ കൂടെയാണോ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇതിനകത്തൊക്കെ. അപ്പോൾ ഇതേ തലമുകളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. പിന്നെ അത് ഇതിനകത്തൊക്കെ പോയി പിന്നെ പിള്ളേർ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. ഞാനവിടെ ആരടുത്ത് ഇരിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു, ഞാനവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് നടന്നു. ഞാനവിടെ ഒരിടത്ത് പോയിരുന്നു കേട്ടോ. ഭയങ്കര ടയേർഡായിപ്പോയി കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക്
അഡ്വെഞ്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല കത്തി റേറ്റാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ബഡ്ജറ്റ് ഇതിന് വേണ്ടിയിട്ടൊന്ന് നീക്കി വെച്ചിട്ട് വേണം ഇതിനകത്തൊക്കെ വരാൻ. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും ഒരു രസമാണ് കേട്ടോ. വെറുതെ നമുക്ക് സമയം കളയാനൊക്കെ കൊള്ളാം കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ട്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ പിള്ളേരുടെ സന്തോഷത്തിന് നമ്മളും കൂടെ അങ്ങ് പങ്കുചേർന്നു അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പം ആ ചേട്ടാ ഇതിലൊക്കെ കയറാവോ എന്നൊക്കെ കുറേയൊക്കെ ചോദിച്ചേട്ടാ. ഞാൻ പിന്നെ എല്ലാത്തിലും മടിച്ചു. പിന്നെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല, ഒരു മടിയൊന്നും കേട്ടോ. നമ്മൾ വണ്ടർല പോയിട്ട് അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വണ്ടർലയിൽ തന്നെ ഒരുപാട് റൈഡുകളിലൊക്കെ കയറി അകപ്പാടെ കീഞ്ഞിരിക്കുവാന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അത്ര ഒന്നും നമുക്ക് ഫീലായില്ല. അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും ഒന്നിലും കയറാനൊന്നും നിന്നില്ല കേട്ടോ. എല്ലാം ജസ്റ്റ് ഇങ്ങനെ നോക്കി കണ്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയത് തന്നെയുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് പിള്ളേരൊക്കെ, ഒരുപാട് പിള്ളേർ മാത്രമല്ല, പിള്ളേരായാലും വലിയവരായാലും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനകത്തൊക്കെ. ഓരോ റൈഡുകളും കാര്യങ്ങളും പിന്നെ നമ്മുടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഗൈസ്. ഞാനിങ്ങനെ അവിടെ ഓരോരുത്തരുന്ന് എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ അതൊക്കെ കണ്ടിരിക്കാനേ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയാണ് രസം പറയാനായിട്ട്. ഇതിലൊക്കെ റൈഡിലൊക്കെ വലിയ ആളുകൾ അവർ കയറുന്ന സമയത്ത് അവരുടെ ഫേസ് കാണണം. അടുത്ത് കുറച്ച് അത് മൂവിങ് ആയി കഴിയുമ്പോഴത്തേക്കുള്ള അവരുടെ ഒരു റിയാക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും കേട്ടോ. ഭയങ്കര രസമാണ്, ഭയങ്കരമായിട്ടുള്ള വിളിയാണ് കേട്ടോ. വിളിച്ചല്ല, കരയുന്നു, വിളിക്കുന്നു, ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം നമ്മളവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവസാനം പിന്നെ ഞങ്ങൾ അടുത്ത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് നിന്ന്. അങ്ങനെ പിന്നെ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ദേ ഇവിടെ സംഭവം അഡ്വെഞ്ചർ എന്തോ സംഭവമാണ് കേട്ടോ ഇത്. 2 പിള്ളേർ ഹെൽമെറ്റൊക്കെ വെച്ച് ഇങ്ങനെ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ എത്തിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ പേരൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ അത് ഈ കറങ്ങി മറിയുന്ന സംഭവത്തിനകത്തൊക്കെ കയറുന്നവരൊക്കെ കിടന്ന് എൻ്റെ ശിവനേന്നൊക്കെ വിളിക്കുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ഈ പിള്ളേരല്ല വലിയവരും ഉണ്ട്. എല്ലാം കൂടി കിടന്ന് ആകപ്പാട് അങ്ങോട്ട് ബഹളമായിരുന്നു, ബഹളം. അപ്പോൾ പിന്നെ എന്തായാലും കൊള്ളാം കേട്ടോ. നമുക്കൊരു വലിയ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ ഇതെല്ലാം സംഭവങ്ങൾ ചെയ്ത് വെച്ചേക്കണം. ഭയങ്കര രസമല്ലേ, കൊള്ളാം എന്തായാലും. അപ്പോൾ നമ്മുടെ ലുലു മാള്, ട്രിവാൻഡ്രത്തെ ലുലു മാള് കാണാത്തവരൊക്കെ കണ്ടോളൂ കേട്ടോ. കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അടുത്തടുത്ത് ഓരോരോ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇതുണ്ടാവും, ഒരു ഗുമ്മുണ്ടാവും. അപ്പോൾ അതേ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഈ സംഭവം ഭയങ്കര രസമാണ് കേട്ടോ. ആ കറങ്ങുന്ന സംഭവം അതിൽ കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കര ആൾ കളിച്ചിട്ട് ഭയങ്കര ഗെറ്റപ്പിലൊക്കെ കയറിയാന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിലവിളിയായി, കരച്ചിലായി. അയ്യോ എൻ്റെ ശിവനെ ആ നിലവിളി ശബ്ദം ഇടുന്നൊക്കെ ഉള്ള വിളിയായി കേട്ടോ. ഭയങ്കര രസമായിരുന്നേ. പിള്ളേർ ഇതിൽ എന്തൊക്കെയാണ് കയറി എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അവരെന്തെങ്കിലുമൊക്കെ അവർ മുതലേ കാർ റേസിംഗ് ആണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഒരിടത്ത് പോയിരുന്നു ഗെയ്സ്. പിന്നെ അതെന്തുവാ, ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ. അടുത്തത് പിന്നാണ് രസം. അടുത്ത റൈഡ് കണ്ടില്ലേ, ഇതിൽ കയറിയ പിള്ളേരൊക്കെ കയറിയപ്പോൾ ഭയങ്കര ബിൽഡപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിട്ടടിക്കണു, കൈയിട്ടടിക്കണു, അയ്യോ അമ്മോ അപ്പ എന്നൊക്കെ കിടന്ന് വിളിയായിരുന്നു കേട്ടോ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരെ മുഖമൊക്കെ കാണുമ്പോൾ ചിരിയും വരില്ല, പാവം തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലോ ആവുമേ, പിന്നെ അങ്ങോട്ട് തുടങ്ങും. പിള്ളേരപ്പം വിചാരിക്കും കഴിഞ്ഞു കാണും കേട്ടോ. പിന്നെയാണ് അങ്ങടെ ഒരു പോക്ക്, എൻ്റെ അമ്മേ. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ. നമ്മൾ കയറുമ്പോഴേ നമ്മളെ കിളി പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിട്ടൊക്കെ തോന്നും. നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നവരുടെ ആ ഒരു ചങ്കടിപ്പും കാര്യങ്ങളൊക്കെ ഇത് കയറിയാൽ തന്നെ ഗൈസ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇങ്ങനെ വന്ന് അങ്ങോട്ട് സ്പീഡ് ഇങ്ങനെ കൂടി പോകും കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതിനകത്തൂടെ ഒരു ട്രെയിൻ പോകുന്നതും സംഭവങ്ങളും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടില്ല ഗൈസ്. പിന്നെ ഭയങ്കര തിരക്ക് കൂടുതൽ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഫുഡ് കോർണറിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെയാണ് ഭയങ്കര ഓരോരോ സെക്ഷനായിട്ട് ആളുകൾ കഴിക്കുന്നിടത്ത് ഭയങ്കര അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു KFC ഒക്കെ ഓർഡറാക്കി കഴിച്ചിട്ടാണ്. അത് പിന്നെ കഴിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ടായിരുന്നു കേട്ടോ. ലൈവ് ഇട്ടതുകൊണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ.
നമ്മളവിടെ പോയി ഇരിക്കുന്നതൊക്കെ ഉണ്ട്. ഇരുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവ് ഓണാക്കിയത് കാരണം എനിക്കെന്താ നമ്മൾ ഫുഡ് കഴിച്ചതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല, ലൈവിലുണ്ട് കേട്ടോ അതൊക്കെ. അങ്ങനെ നമ്മൾ പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഫുഡിന്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഒരിടത്ത് ഇരിക്കാനായിട്ട് സൗകര്യം ഉള്ളതുകൊണ്ട് പോയി പിന്നെ അവിടെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, കുറേ കിച്ചൺ ഐറ്റംസൊക്കെ തന്നെയാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അതൊക്കെ കൂടി കുറേ ഷോപ്പിങ്ങൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടാ. അടുത്ത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹൈപ്പർ മാർക്കറ്റിനകമാണേ. അവിടെ ഇങ്ങനെ ഭയങ്കര കുറേ വെറൈറ്റി പല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചിക്കൻ, മട്ടൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ആക്കാൻ കണക്കൊക്കെ അവർ മസാലയൊക്കെ അങ്ങനെ തേച്ച് ബോക്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഇത് വർക്കിംഗ് വുമൻസ് അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ കൊണ്ടുപോവുക, സമയമാകുമ്പോൾ എടുക്കുക, അങ്ങ് ഫ്രൈ ആക്കുക, വേഗം അങ്ങ് കാര്യം കഴിയട്ടാ. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ എല്ലാം. പിന്നെ ഇതൊക്കെ പിള്ളേരുടെ കോൺഫ്ലെക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്, ചോക്കോസ് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു 2 കിലോ പാക്കറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതിലൊന്ന് രണ്ടെണ്ണമൊക്കെ മോള് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. കുറച്ചൊക്കെ മേടിച്ചു കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിള്ളേർ അങ്ങനെ പറഞ്ഞനുസരിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ വാങ്ങി വന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിള്ളേർ എന്തൊക്കെയാണ് വാരി എടുത്തിടുന്നതെന്നൊന്നും ഒരു പിടുത്തില്ല. പിന്നെ ജാം കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചിട്ടോ. പിന്നെ ഇതൊക്കെ നട്ട്സൊക്കെയാണ് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ആ സംഭവങ്ങളൊക്കെയാണ്, ചോക്ലേറ്റ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോയും കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടുക്കാച്ചി കിടിലൻ പുതുപുത്തൻ സൂപ്പർ വീഡിയോ ആയിട്ട് വരും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.